Hello and welcome to Ed-Gaadi app. Myself, Jyoti Johnson, and I'll be dealing with the subject Programming in C. This is the subject code and the name is Programming in C. നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിൽ ഉള്ളൊരു സബ്ജക്റ്റാണ് പ്രോഗ്രാമിംഗ് ഇൻ സി. അത് ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിന് വേണ്ടിയിട്ടുള്ളതല്ല, എല്ലാ ബ്രാഞ്ചസിലും ഒരേപോലെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ സെമസ്റ്റേഴ്സിലും എല്ലാ ബ്രാഞ്ചസിലും ഒരേപോലെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പേപ്പർ, ദിസ് ഇസ് ബേസിക്കലി കമ്പ്യൂട്ടർ പേപ്പർ ഓൺലി, then why it is introduced to all the different branches. അതിനൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ബ്രാഞ്ചസും ബാക്കി സബ്ജക്ട്സിന്റെ ഒക്കെ ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ബേസിക്സ് പഠിക്കുന്നുണ്ട്. ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ്, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, പല ഡിഫറെന്റ്, ഒന്നുകിൽ സെമസ്റ്റർ 1 അല്ലെങ്കിൽ സെമസ്റ്റർ 2 നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ലോകത്ത് ജീവിക്കണം അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് മിനിമം നോളജ് അബൌട്ട് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വാട്ട് അബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്, ഫങ്ഷനിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ കമ്പ്യൂട്ടേഴ്സും ഒക്കെ നമ്മളിപ്പം ഹ്യൂമൻ ബീങ്സുമായിട്ട് കുറച്ചധികം റിലേറ്റ് ചെയ്ത് നമ്മൾ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന്റെ ഒരു വർക്കിംഗും അതെന്താണെന്നും നമുക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരു ബേസിക്, ഒരു ഫണ്ടമെന്റൽ ഒരു നോളജ് തരുന്ന ഒരു പേപ്പറായിട്ടാണ് ഈ പേപ്പറിനെ എല്ലാ ബ്രാഞ്ചസിലും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ബ്രാഞ്ചസ് ബിടെക്കിലോട്ട് എഞ്ചിനീയറിംഗിലോട്ട് വരുമ്പോഴത്തേനും ബ്രാഞ്ചസ് സെലക്ട് ചെയ്യുമ്പോൾ ചില കുട്ടികൾക്ക് ഒരു ഇന്റൻഷൻ ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്തൊരു കുട്ടിക്ക് ഒരു ഇന്റൻഷൻ ഉണ്ട് ദാറ്റ് ഹി ഓർ ഷീ വോണ്ട്സ് ടു ബിക്കം എ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആഫ്റ്റർ 4 years. അവർ ചൂസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ചിലപ്പോൾ കുറച്ച് നോളജ് ഓൾറെഡി ഉണ്ടാവും. ഒരു സ്കൂൾ ലെവലിലെ ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ ഒരു ഫീൽഡിലോട്ട് വന്നിട്ടുണ്ട്, ആൻഡ് therefore they opted that branch. അതല്ല, കുറച്ച് കുട്ടികൾക്കാണെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ they are not interested in computer science and they opted some other branch. എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് വേണ്ട, അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് വേറെ ബ്രാഞ്ച് എടുക്കുകയും എന്നാൽ സെക്കൻഡ് സെമസ്റ്ററിൽ ഈ ഒരു ലാംഗ്വേജ് പഠിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് പഠിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴത്തേനും പല കുട്ടികളുടെയും മനസ്സിൽ ഒരു പേടിയാണ് അല്ലെങ്കിൽ ഒരു റിലക്റ്റൻസ് ആണ് ടുവേർഡ്സ് ദിസ് സബ്ജക്ട്. ലെറ്റ് മീ ടെൽ യു, ഒരു പേടിയും വേണ്ട, റിലക്റ്റൻസും ഒന്നും വേണ്ട. നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രീ ഓക്യുപ്പേഷൻ എന്ന് പറയുക. അതോടുകൂടി ഈ സബ്ജക്റ്റിനെ കാണാതിരിക്കുക. നമ്മൾ ഫ്രീ ആയിട്ട് ഏതൊരു സബ്ജക്റ്റിനെയും പോലെ നമ്മൾ ഇതും ഒരു പുതിയ സബ്ജക്റ്റ് ആണ്, വി ആർ ഗോയിങ് ടു ലേൺ ഇറ്റ് ഫ്രം ദ ബേസിക്സ്. അല്ലാതെ 12th-ലും 11th-ലും കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടിക്ക് മാത്രമേ ഇത് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അങ്ങനെയില്ല. 11th-ലും 12th-ലും പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ ഒന്നേന്നും പറഞ്ഞ് പഠിക്കുന്നത്. ഇൻഫാക്ട് ബിറ്റ് മോർ ബേസിക് ലെവൽ. ഇവിടെ നമ്മളുടെ ആ സിലബസ് നമുക്ക് തന്നിരിക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ്. വളരെ ബേസിക് ലെവലിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ തന്നെയാണ് കാര്യം, എല്ലാ ബ്രാഞ്ചസിനും ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് പോകുന്നത്. നമ്മളപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മാത്രം മതി, വളരെ എളുപ്പത്തിൽ നമുക്ക് പോകാം. ഒരുപക്ഷെ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുട്ടീനെയും കാട്ടും കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു കുട്ടിക്ക് ഇത് പഠിച്ചു വരുമ്പോഴത്തേനും കുറച്ചും കൂടെ നോളജബിൾ ആവും. സോ ദർ വിൽ ബി സിറ്റുവേഷൻസ് ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് upon how we see that subject. അതാണ് ഇതിനെ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഇൻപുട്ട്. ആൻഡ് നൗ I'll give you a brief idea about what we are going to learn in the various modules. Like any other subject, this subject also consists of 5 modules. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില മോഡ്യൂൾസിൽ പഠിക്കാൻ നമുക്കൊന്നും ഉണ്ടാവില്ല. ഒരു മാറ്റർ ഓഫ് 1 hour or 30 minutes മതി. നമുക്കൊന്ന് യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ പോകുമ്പോൾ പോലും നമുക്ക് അത്രയൊക്കെ സമയം സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും ചില മോഡ്യൂൾസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. മോഡ്യൂൾ 1 in module 1 we'll be dealing with hardware and software part of computer systems. അപ്പോൾ നമുക്ക് അത് മാത്രമേ പഠിക്കാനൊക്കെ ഉള്ളൂ. എന്താണ് ഒരു കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ, എന്താണ്, എന്തൊക്കെ കമ്പണൻസ് ആണ് അതിലുള്ളത്, പിന്നെ എന്താണ് സോഫ്റ്റ്വെയർ, വിച്ച് ആർ ദ വേരിയസ് ലാംഗ്വേജസ് യൂസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ. അപ്പോൾ അത് ഏതൊരു കുട്ടിക്കും, ഒന്നും അറിഞ്ഞിടാത്തൊരു കുട്ടിക്ക് നമ്മൾ ആദ്യമേ തുടങ്ങുന്ന ഒരു ബേസിക് ലെവലാണ് മോഡ്യൂൾ 1 ആ കുറച്ച് തിയറി പോർഷൻ മാത്രമേ ഉള്ളൂ. ദെൻ കമ്മിങ് ടു മോഡ്യൂൾ 2. ഈ മോഡ്യൂൾ 2 നമ്മുടെ സബ്ജക്ട്, ഈ സി ലാംഗ്വേജ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ബേസിക്സ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ ടൈപ്സ് തുടങ്ങി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, പ്രോഗ്രാം എന്തിനാണ് എഴുതുന്നത്, എന്താണ് സി ലാംഗ്വേജ്, അങ്ങനെയുള്ള അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബേസിക് കമ്പണൻസ്, എലമെന്റ്സ്, അതിന്റെ ഓരോ വർക്കിങ്ങിന്റെയും നമ്മൾ
പിന്നീട് അങ്ങോട്ടുള്ള മോഡ്യൂൾസിൽ യൂസ് ചെയ്യുന്ന ഓരോ കമ്പണൻസിന്റെയും അല്ലെങ്കിൽ ഓരോ സ്ട്രക്ചേഴ്സിന്റെയും വർക്കിംഗ് എങ്ങനെയാണ്, എക്സിക്യൂഷൻ എങ്ങനെയാണ്, സിൻടാക്സ് എന്താണ്, റൂൾസ് എന്താണ്, ഗ്രാമേഴ്സ് എന്താണ്, ഇങ്ങനെയുള്ള കുറേ ബേസിക്സ് കാര്യങ്ങൾ പഠിക്കുന്നതാണ് മോഡ്യൂൾ 2. അപ്പൊ മോഡ്യൂൾ 2 നിങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് തറവാക്കി കഴിഞ്ഞാൽ പിന്നെ the rest of the modules will be very easy for you. Now coming to module 3. മോഡ്യൂൾ 3 ഈ മോഡ്യൂൾ 2 കുറെ ബേസിക്സ് പഠിക്കും എന്ന് പറഞ്ഞു. ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഡേറ്റ ടൈപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ എന്താണ് ഈ ഡേറ്റ ടൈപ്പ് എന്ന് ഇപ്പൊ മനസ്സിലോ ആലോചിക്കുന്നുണ്ടാവും. അത് ഈ പറഞ്ഞ കണക്ക് മോഡ്യൂൾ 2 തുടക്കം തന്നെ നമുക്ക് അതെല്ലാ കാര്യങ്ങളും നോക്കി ഡീറ്റെയിൽ ആയിട്ട് പോകാം. മോഡ്യൂൾ 3 ഇതിന്റെ ഒരു ചെറിയൊരു അഡ്വാൻസ്ഡ് ലെവൽ തന്നെയാണ്. ഇവിടെ പഠിച്ച കാര്യം തന്നെ ഒരു ചെറുതായിട്ടൊരു അഡ്വാൻസ് ലെവലിലോട്ട് നമ്മളിവിടെ പോകുന്നു. അറേസ് ഒരു ചെറിയ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മോഡ്യൂൾ 2 ഞാൻ ഒരു നമ്പർ എന്ന് പറയുന്നതിനെ കുറിച്ച് പഠിച്ചുവെങ്കിൽ മോഡ്യൂൾ 3 അറേസ് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ, അപ്പൊ അത് ഒരു നമ്പറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേപോലെ ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണില്ല. അപ്പൊ അറേസ് ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇതിന്റെ മോഡ്യൂൾ 3 വരിക. പിന്നെ എന്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യും. കുറെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് നമ്മളെ സത്യം പറഞ്ഞാൽ ഏത് കാര്യവും പഠിക്കുന്നത് അങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ കൊണ്ടോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ കൊണ്ടോ നമ്മൾ ഒന്നും ആകുന്നില്ല. വി ഹാവ് ടു പ്രാക്ടീസ് എ ലോട്ട്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് തെറ്റ് പറ്റുന്നു, വീണ്ടും ശരിയാക്കുന്നു, വീണ്ടും തെറ്റുന്നു, ശരിയാക്കുന്നു, ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് വിൽ ബി എ പെർഫെക്റ്റ് പേഴ്സൺ ഇൻ ദിസ് സബ്ജക്ട്. അതായിരിക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആൻഡ് വിൽ സീ ദാറ്റ് ഇൻ ദി അപ്കമിങ് വീഡിയോസ്. അപ്പൊ അറേസ് ആണ് മെയിൻ ആയിട്ട് മോഡ്യൂൾ 3 ഉള്ളത്. ഞാൻ മോഡ്യൂൾ 4 മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് വരിക ഫങ്ഷൻസ്. എന്താണ് ഫങ്ഷൻസ് എന്ന്? അത് വേറെ ഒന്നുമല്ല, ഈ ബേസിക്സിൽ നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങളും ഈ അറേസിൽ ഇവിടെ പഠിച്ച കാര്യങ്ങളും കൂടെ ക്ലബ് ചെയ്ത് നമ്മൾ അതിനെ എന്താക്കുന്നു, ഫങ്ഷൻസ് ആക്കുന്നു. എപ്പോഴും ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു സിൻടാക്സ് മാത്രമേ ഡിഫറൻസ് കാണുള്ളൂ ഓരോ മോഡ്യൂളും. പക്ഷെ പഠിച്ചത് തന്നെയായിരിക്കും നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പൊ ഈ മോഡ്യൂൾ 4 ഒക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇതൊന്നുമില്ല, സെയിം കാര്യം തന്നെയാണല്ലോ എന്ന്. യെസ്, ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ആ ഒരു പാത്തിലോട്ട് വന്നോളും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിനകത്തോട്ട് വന്നോളും. ആൻഡ് നൗ മോഡ്യൂൾ ലാസ്റ്റ് മോഡ്യൂൾ, ഇവിടെയാണ് നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുക. പിന്നെ ഫയൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുക. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. സാധാരണ നേരത്തെ പറഞ്ഞ ഒരു നമ്പർ പഠിച്ചുവെങ്കിൽ 10 നമ്പേഴ്സിനെ കുറിച്ച് അറിയാം. പിന്നെ ആ 10 നമ്പേഴ്സിനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ വരുന്ന ഒരു ഇത്, അതായത് ഒരു നമ്പർ, അതായത് ആ ബേസിക്സ് ഈ സെക്കൻഡ് മോഡ്യൂൾ നിങ്ങൾ ഒന്ന് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ വെച്ചിട്ടുള്ളതാണ് ബാക്കി എല്ലാ മോഡ്യൂൾസും. അപ്പം ഇതാണ് നമ്മുടെ സിലബസിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയാനായിട്ട്. ആൻഡ് I can assure you that through all these videos you can make it easy. നമുക്ക് നമ്മുടെ മോഡ്യൂൾ 1ന്റെ ആദ്യത്തെ ടോപ്പിക്കിന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇതാണ് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, ഫൈൻ. അപ്പോൾ we'll begin with what a computer is. എന്താണ് ഒരു കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എൻ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് ഡിവൈസ്. നമുക്ക് എല്ലാവരുടെയും അറിയാവുന്നതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് തന്നെയാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇറ്റ് ടേക്സ് റോ ഡേറ്റ ഫ്രം ദ യൂസർ and it processes the raw data based on some instructions and it gives back the processed data as the output. I repeat, computer is an electronic device that takes raw data from the user. യൂസറിന്റെ കയ്യിൽ നിന്ന് റോ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിങ്ങും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ഡേറ്റയാണ് നമ്മൾ റോ ഡേറ്റ. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ആണെന്ന് പറയാനും പറ്റില്ല. ഡേറ്റ ഈസ് എനിത്തിങ് ദാറ്റ് വി ഫീഡ് ടു എ കമ്പ്യൂട്ടർ, വി കോൾ ഇറ്റ് ആസ് എ ഡേറ്റ. പ്രോസസ്സ് ചെയ്യാതെയുള്ള ഡേറ്റ കമ്പ്യൂട്ടർ യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ടായിട്ട് മേടിക്കുന്നു. എന്നിട്ട് കമ്പ്യൂട്ടർ അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. എന്തിന്റെ ബേസിസ്? based on some instructions. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രോഗ്രാംസ് we call instructions as programs. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻസിന്റെ ബേസിസിൽ യൂസറിന്റെ കയ്യിൽ നിന്ന് മേടിച്ച റോ ഡേറ്റനെ പ്രോസസ് ചെയ്യുന്നു. പ്രോസസ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? പ്രോസസ്ഡ് ഡേറ്റ ആയിട്ട് നമുക്കത് ഔട്ട്പുട്ട് ആയിട്ട്
തിരിച്ചു കിട്ടുകയാണ്. ഇതാണ് ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ നമുക്ക് ആദ്യമേ തന്നെ അതിന്റെ ആർക്കിടെക്ചർ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. സോ നൗ ദാറ്റ് യു ക്യാൻ സീ എ ഫിഗർ. അപ്പൊ ഫിഗറിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു ആർക്കിടെക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ ആണ്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് നേരത്തെ ഡെഫിനിഷൻ പറയുന്ന അനുസരിച്ച് യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ട് മേടിക്കുന്നുണ്ട്. സോ ദർ ആർ സോ മെനി ഇൻപുട്ട് ഡിവൈസസ്. ഡിഫറെന്റ് ഇൻപുട്ട് ഡിവൈസസ് ആർ കീബോർഡ് ഈസ് an input device, mouse is an input device, and likewise there are so many input devices. Scanner is an input device. അങ്ങനെ നമ്മൾ ഇതുവഴി നമ്മൾ ഡേറ്റ പ്രോസസ് ഒന്നും ചെയ്യാത്ത ഡേറ്റ കമ്പ്യൂട്ടറിന്റെ അടുത്ത് കൊടുക്കുന്നു. കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in between in the figure the main part is nothing but CPU. We call that a central processor unit. ഈ സെൻട്രൽ പ്രോസസർ യൂണിറ്റ് ആണ് നമ്മൾ ഈ കൊടുക്കുന്ന അല്ലെങ്കിൽ യൂസറിൻ്റെ മേടിക്കുന്ന ഡേറ്റ എല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് സെൻട്രൽ പ്രോസസർ യൂണിറ്റ് അതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് പ്രോസസ്സ് ചെയ്ത സാധനം നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഔട്ട്പുട്ട് ഡിവൈസസ് വഴി നമുക്കത് കിട്ടും. ആൻഡ് ദ വേരിയസ് ഔട്ട്പുട്ട് ഡിവൈസസ് ആ മോണിറ്റർ ഈസ് എൻ ഔട്ട്പുട്ട് ഡിവൈസ്, പ്രിന്റർ, സ്പീക്കർ, ആൻഡ് ദർ ആർ ഡിഫറെന്റ് അതർ ഫോംസ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസസ് ആസ് വെൽ. നമുക്കിനി ഇതിൻ്റെ അകത്തുള്ള ഓരോ കമ്പണൻസും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സെൻട്രൽ പ്രോസസർ യൂണിറ്റ് ഓർ CPU. എന്താണ് അത് ചെയ്യുന്നത്? CPU is nothing but it is the master brain of the computer. നമുക്കറിയാം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് നമ്മൾ അതിൻ്റെ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ടീം ലീഡർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അല്ലെങ്കിൽ വർക്ക് ഏറ്റവും കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്കാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അത് പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? CPU ആണ്. And therefore we call CPU as the master brain of the computer, and it is responsible for activation and the controlling of other units associated with the computer. ബാക്കിയുള്ള യൂണിറ്റ്സ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ യൂണിറ്റ്സിന്റെയും ആക്ടിവേഷനും കൺട്രോളിങ് എല്ലാം ചെയ്തു തരുന്നത് ആരാണ്? ഈ CPU എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ്. ഈ CPUവിന്റെ അകത്ത് തന്നെ there are basically two components inside that. They are arithmetic logic unit, which we call it as ALU, or control unit. It is arithmetic logic unit. And the second one is control unit. അപ്പോൾ CPU മാസ്റ്റർ ബ്രെയിൻ ആണ്. അതാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്തുള്ള ഈ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിന് ഒരു ടാസ്ക് ഉണ്ട്. കൺട്രോൾ യൂണിറ്റിന് വേറൊരു ടാസ്ക് ഉണ്ട്. എന്തായിരിക്കും ഈ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ചെയ്യുന്നത്? അതാണ് ഓൾ കൈൻഡ് ഓഫ് കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്ത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ്, അങ്ങനെയുള്ള കമ്പ്യൂട്ടേഷൻസ് എല്ലാം ചെയ്തു തരുന്നത് ആരാണ്? നമ്മുടെ ALU എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. എന്നാൽ കൺട്രോൾ യൂണിറ്റ് എന്തായിരിക്കും ചെയ്യുന്നത്? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് കൺട്രോൾസ് എവറിത്തിങ്. ബാക്കി നമ്മുടെ കമ്പോണൻസും മെമ്മറിയും ഈ CPU ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ആര് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന യൂണിറ്റ് ആരായിരിക്കും? കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തോണം, ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടല്ലോ. അപ്പൊ ചെയ്യാനായിട്ട് കുറെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട് ദാറ്റ് ഇറ്റ് പ്രോസസ്. ഈ CPUവിൻ്റെ അത് കുറച്ചധികം രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ രജിസ്റ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റേഴ്സ് ആർ നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ ടെമ്പററി സ്റ്റോറേജ് ഏരിയ. നമുക്ക് ഈ ഡേറ്റ മേടിക്കുന്നു അല്ലെങ്കിൽ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഡേറ്റ മേടിക്കുന്നു, അത് മെമ്മറിയിൽ പോകുന്നു, മെമ്മറിയിൽ നിന്ന് അത് ഫെച്ച് ചെയ്ത് എവിടെയെങ്കിലും ഒരു തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കുമല്ലോ ഈ CPU അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ആ ടെമ്പററി വർക്ക് ഏരിയയാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുക. And there are so many registers associated with the CPU. The detail ആയിട്ട് നോക്കണ്ട, at least we'll know what the registers are, which are the various types of registers. First one, accumulator, ACC. Accumulator is a register. Then MAR, memory address register. Then memory data register, MDR. Then program counter, PC. Instruction register, IR. CIR, കറണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇങ്ങനെയുള്ള കുറച്ചധികം രജിസ്റ്റേഴ്സ് ഉണ്ട് ഈ CPUവിൻ്റെ അകത്ത്. ഈ രജിസ്റ്റേഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് CPU ഇതെല്ലാം വർക്ക് ചെയ്ത് പ്രോസസ് ചെയ്ത് നമുക്ക് ഡേറ്റ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തിരിച്ചു തരിക. Now coming to the memory part. Memory, as you can see in the figure, മെമ്മറി എന്ന് പറയുന്നത് അതും വേറൊന്നുമല്ല, നമ്മുടെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് പ്രോഗ്രാംസ്. മെമ്മറി ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് എനി ഇലക്ട്രോണിക് ഡിവൈസ് വേർ ദ ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഓർ സേവ്ഡ് ഫോർ ഫ്യൂച്ചർ പർപ്പസ്.
ആൻഡ് മെമ്മറി നിങ്ങൾക്ക് അറിയാം, അത് മെമ്മറിയിൽ നിന്ന് CPU കണക്ഷൻ ഉണ്ട്, CPU തിരിച്ചും, അതാണ് ആ ഒരു ബാക്ക്വേർഡ് ആരോ ആൻഡ് ഫോർവേഡ് ആരോ രണ്ടും ഒരുമിച്ചുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ. മെമ്മറി CPU കൊടുക്കുന്നുണ്ട്, CPU മെമ്മറിക്കും തരുന്നുണ്ട്. അപ്പൊ അതും ഒരു സ്റ്റോറേജ് ഏരിയയാണ് നമ്മൾ മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെമ്മറി is again classified into two types. They are primary memory and secondary memory. Okay, now primary memory is again classified into two. They are random access memory and read-only memory. Random access and read-only memory. These are the basic categories. അപ്പോൾ എന്താണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്? പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെമ്മറിക്കകത്ത് നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഡേറ്റ സ്റ്റോറേജിന് ലിമിറ്റ് ഉണ്ട്. അതായത് ഒത്തിരി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. മാത്രവുമല്ല നമുക്കത് ഒരുപാട് നേരത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ടെമ്പററി സ്റ്റോറേജ് ഏരിയയാണ് പ്രൈമറി മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഈ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട് എന്ന് പറയുമ്പോഴത്തേന് റീഡ് ഓൺലി മെമ്മറി ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മെമ്മറി വേർ ഡേറ്റ ക്യാൻ ബി സ്റ്റോർഡ് പെർമനന്റ്ലി. ഒരു പെർമനന്റ് സ്റ്റോറേജ് ആണ്. അപ്പൊ അതെന്താണ് അവിടെ പെർമനന്റ് ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വോളറ്റൈൽ. അത് തീരുമ്പോൾ പോത്തൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. റോമിന്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, ബയോസ്. ഇതാണ് നമ്മൾ റീഡ് ഓൺലി മെമ്മറിക്കകത്ത് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ബൂട്ട് ചെയ്ത് വരാനുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന റോമിൻ്റെ അകത്താണ്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാറ്റാനോ ഒന്നും പറ്റൂല. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സിസ്റ്റം ബൂട്ടായി വരത്തുള്ളൂ. ഇനി അതിൻ്റെ അകത്തുള്ള കണ്ടന്റ്സ് എല്ലാം അവിടെ പെർമനന്റ്ലി സ്റ്റോർ ആയി ഇരുന്നോളും, നമ്മൾ അതിനെ തൊടാറില്ല. Now coming to random access memory, it is that portion where the data can be stored for a ടെമ്പററി ടൈം പീരീഡ്. കുറച്ച് നേരത്തേക്ക് വെക്കാം. നമ്മൾ എപ്പോൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നു അതിൻ്റെ അകത്തുള്ള ഡേറ്റ എല്ലാം മാഞ്ഞു പോകുന്നു. ആൻഡ് ദാറ്റ് ഇസ് വൈ വി കോൾ ഇറ്റ് ആസ് എ വോളറ്റൈൽ മെമ്മറി ആൻഡ് റോം ഇറ്റ് ഇസ് നോൺ വോളറ്റൈൽ മെമ്മറി. ഇതാണ് നമ്മുടെ പ്രൈമറി മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ കമ്മിങ് ടു ദ സെക്കൻഡറി മെമ്മറി. വാട്ട് ഈസ് എ സെക്കൻഡറി മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഈവൻ കോൾ ദാറ്റ് ആസ് എക്സ്റ്റേണൽ മെമ്മറി. അതായത് എനിക്ക് എൻ്റെ ഡേറ്റ സൂക്ഷിച്ചു വെക്കണം, ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോറേജ് ചെയ്താലേ പറ്റുള്ളൂ. സെക്കൻഡറി മെമ്മറി തന്നെ അതിനെ നമുക്ക് ഫിക്സഡ് ടൈപ്പ് ഓഫ് സെക്കൻഡറി മെമ്മറി ഉണ്ട് ആൻഡ് റിമൂവബിൾ ടൈപ്പ് ഓഫ് സെക്കൻഡറി മെമ്മറി ഉണ്ട്. ഫിക്സഡ് ടൈപ്പ് ഓഫ് സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് തന്നെ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്. ആ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് അഗെയിൻ സൈസ് മാറ്റേഴ്സ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കൊണ്ടൊന്ന് സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതുവരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ പെൻ ഡ്രൈവ്സ്, അതൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് അത് പോർട്ടബിൾ ആണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഫിക്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡേറ്റ കോപ്പി ചെയ്യാം. ആൻഡ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് പെർമനന്റ്. എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു പെർമനന്റ് ആയിട്ട് നമ്മുടെ ഡേറ്റ എപ്പോഴും കമ്പ്യൂട്ടർ ഓൺ ആയാലും ഓഫ് ആയാലും നമ്മുടെ ഡേറ്റ എന്ന് പറയുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ടാവും. അതാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. And now all these process ചെയ്ത ഡേറ്റ നമ്മൾ CPU കണ്ടു, മെമ്മറി കണ്ടു, ആൻഡ് now input output devices and the various input devicesൽ കൂടെ നമ്മൾ ഡേറ്റ ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. അത് മെമ്മറിയിൽ പോകുന്നു. മെമ്മറി അത് CPU ആയിട്ട് പ്രോസസ് ചെയ്യുന്നു. പ്രോസസ് ചെയ്യുന്ന with the help of registers, and inside CPU there are two main components, ALU and control unit. It processes the data and gives back to memory, and then again memory, from that it is been given to the various output devices. So this is what is meant. അല്ലെങ്കിൽ ഇതിന് ഇത്രയും മാത്രം നമ്മൾ ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ that will meet the purpose. All right, now we'll see about the system software and application software. System software and application software. When we discussed about the architecture of a computer, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ മേടിക്കുന്നു, ഇൻപുട്ടായിട്ട് മേടിക്കുന്നു, അത് പ്രോസസ്സ് ചെയ്തപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു ബേസ്ഡ് ഓൺ സം ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ദ ഡേറ്റ ആർ ബീൻ പ്രോസസ്ഡ്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഗ്രാം എന്ന് പറയുന്നു. ആ പ്രോഗ്രാമിനെ തന്നെയാണ് നമ്മൾ എന്തെന്നും പറയുന്നത്, സോഫ്റ്റ്വെയർ എന്നും പറയുന്നത്. അപ്പോൾ ദർ ആർ ടു ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ എന്താണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന്? അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്
സിസ്റ്റത്തിന് ആവശ്യമായ സോഫ്റ്റ്വെയറിനാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. Or we can say it in a more meaningful way that this system software is a type of software that acts as a interface between the user and the application software. യൂസർ അല്ലെങ്കിൽ അത് സിസ്റ്റവും നമ്മുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആര്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ കണ്ടില്ല. കാണുന്നതിന് മുന്നേ തന്നെ പറയുന്നു സിസ്റ്റം സോഫ്റ്റ്വെയർ ഇന്റർഫേസ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. Now നമുക്കൊരു കമ്പാരിസണിലോട്ട് പോകാം. അതിന് മുന്നേ ഒരു ഡെഫിനിഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനും സിസ്റ്റത്തിനും ഇടയ്ക്കുള്ള ഒരു ഇന്റർഫേസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു. ആൻഡ് ആക്ച്വലി ദ മെയിൻ ഡ്യൂട്ടി അല്ലെങ്കിൽ പർപ്പസ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എൻവയോൺമെന്റ് ഫോർ ദി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ടു റൺ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിനുള്ളത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം വർക്കാവില്ല. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആവുകയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അതേസമയം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേണമെന്ന് ഇല്ല ഒരു സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട്. Now application software is a different software that is developed for a particular task നാണ്. അത് നമുക്ക് പിന്നീട് കാണാം. So we have seen what a system software is. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, നമ്മുടെ ഫോണിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ആൻഡ്രോയിഡിന് തന്നെ ഡിഫറെന്റ് വേർഷൻസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുക. Now coming to application software, it is a software designed or developed to perform a particular task. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്തൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം നമ്മുടെ മൊബൈലായാലും ശരി ഡെസ്ക്ടോപ്പ് മെഷീനിലാണെങ്കിലും ശരി നമ്മൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യും. ഫോട്ടോഷോപ്പ് ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അല്ലെങ്കിൽ നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നുണ്ട്, വേർഡ് യൂസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതൊക്കെ ഓരോരോ ടാസ്കിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്. ഓൾ ദീസ് കംസ് അണ്ടർ എക്സാമ്പിൾസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരു കാര്യം ഓർത്തോളണം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യുന്ന ആളാണ് ആര്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇനി ഒരു മെഷീൻ്റെ അകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ മെഷീൻ റൺ ആവില്ല. അതേസമയം ഒരു മെഷീൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് മെഷീൻ റൺ ആവാതെ ഇരിക്കുകയില്ല. Application software is not compulsory or mandatory, whereas a system software is mandatory. Now, based on these points, we'll see a brief comparison between the system software and application software. The first point, the system software is what? It maintains the system resources and it provides a pathway or platform for the application software to run. നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റത്തിന്റെ റിസോഴ്സസ് എല്ലാം കൺട്രോൾ ചെയ്യുകയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനായിട്ടുള്ള ഒരു പാത്ത് കൊടുക്കുകയും ചെയ്യുന്നത്, പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പാത്ത് കൊടുക്കുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ കമ്മിങ് ടു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്തിനാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇസ് ബിൽഡ് ഫോർ എ സ്പെസിഫിക് ടാസ്ക്. അതാണ് ആദ്യത്തെ ഒരു കമ്പാരിസൺ. അവരുടെ ആവശ്യകതയാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. നൗ കമ്മിങ് ടു the system software. System software ഒരു പ്രോഗ്രാം ആണ്, അതും ഇൻസ്ട്രക്ഷൻസ് ആണ്. We have to write it. A system software is written using low level language. അപ്പോൾ ലാംഗ്വേജസ് എന്താണ്, വിച്ച് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ അടുത്ത സെക്ഷനിൽ കാണാം. അപ്പോൾ ലോ ലെവൽ ലാംഗ്വേജസ് ആർ യൂസ്ഡ് ടു റൈറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്, whereas an application software are written using high level languages. High level languages എന്താണ് നമുക്ക് നോക്കാം. We'll see that. Now സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് മെഷീൻ ഡിപ്പെൻഡന്റ്. അതായത് ഓരോ പെർട്ടിക്കുലർ മെഷീൻ്റെ ഹാർഡ്വെയറും അതിൻ്റെ ആർക്കിടെക്ചറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നത്. അതേസമയം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഈസ് മെഷീൻ ഇൻഡിപെൻഡന്റ്. Now, system software is a general purpose software, whereas application software is a specific, it is used for a specific task. അതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. Now, as we discussed before, without the system software, the system can't run അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. Whereas നമുക്ക് in the case of application software, even without an application software, the system will run. Now, the system runs when the system is system software runs when the system is turned on and it finishes its working when the system is turned off.
സിസ്റ്റം സോഫ്റ്റ്വെയർ റൺ ആകുന്നത് എപ്പോഴാണ് സിസ്റ്റം മെഷീൻ ഓൺ ആകുകയും അത് മെഷീൻ ഓഫ് ആകുകയും ചെയ്യുമ്പോഴത്തേനും അതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ റണ്ണിങ് ടൈം ഈസ് ഓവർ. അതേസമയം അങ്ങനെയല്ല, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇറ്റ് റൺസ് ആസ് പെർ ദ യൂസേഴ്സ് റിക്വസ്റ്റ്. നമ്മൾ യൂസർ ആണ് സെലക്ട് ചെയ്യുന്നത് എപ്പോൾ റൺ ചെയ്യണം എപ്പോൾ റൺ ചെയ്യണ്ട എന്നുള്ളത്. ഇറ്റ് വർക്ക്സ് ഓർ റൺസ് ബേസ്ഡ് ഓൺ ദി യൂസേഴ്സ് റിക്വസ്റ്റ്. നൗ a few examples of system software are operating system, then compiler, interpreter. ഇവരെല്ലാവരും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ്. And when it comes to application software, as I mentioned, Photoshop is an example of application software. Then VLC media player, Microsoft Office, and Excel, Word. ഇങ്ങനെ വരുന്ന different kinds of software we can call or we can label them as the examples for application software.